1956 ഐക്യകേരളം രൂപീകരിക്കപ്പെട്ട കാലം തൊട്ട് ഈ മണ്ണിനു വേണ്ടി പോരാടിയിട്ടുള്ള അനേകായിരം മനുഷ്യരുണ്ട്. ആ മനുഷ്യർ എല്ലാ കാലത്തും അവകാശങ്ങൾ നേടിയെടുത്തത് സമരങ്ങളിലൂടെയാണ്. സമരം ചെയ്ത് നേടിയതല്ലാതെ ഈ മണ്ണിൽ മറ്റൊന്നുമില്ലെന്ന് എനിക്കും നിങ്ങൾക്കും ഈ കൂടിയിരിക്കുന്ന ആബാലവൃദ്ധം ജനതകൾക്കും അറിയുന്ന കാര്യമാണ്. സമരം ചെയ്ത് നേടിയ സ്വാതന്ത്ര്യം, സമരം ചെയ്ത് നേടിയ വിദ്യാഭ്യാസം, സമരം ചെയ്ത് നേടിയ മണ്ണ്, സമരം ചെയ്ത് നേടിയ സ്വാതന്ത്ര്യം, അങ്ങനെ നമുക്ക് ഇന്ന് നമ്മുടേതെന്ന് പറയാൻ നമ്മുടെ കയ്യിലുള്ളതെല്ലാം നാം സമരം ചെയ്ത് നേടിയതാണ്. അങ്ങനെ സമരം ചെയ്ത് നേടിയതെല്ലാം കോടാനുകോടി വരുന്ന മനുഷ്യരുടെ രക്തസാക്ഷിത്വ ബോധങ്ങളിൽ നിന്ന് ഉയർന്നു വന്നതാണ്. ആ രക്തസാക്ഷിത്വ ബോധങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന സ്വാതന്ത്ര്യത്തിന്റെയും അടിസ്ഥാനപരമായ വർഗത്തിന്റെ നിതാന്തമായ പോരാട്ടത്തിന്റെയും മുന്നണി പോരാളികളായി അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് ഈ നാട്ടിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം സംഘടിപ്പിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ സർവകലാശാലകൾ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവയെല്ലാം രൂപീകരിക്കപ്പെട്ടതിന്റെ ചരിത്രവും അങ്ങനെയുള്ളതാണ്. കേരള സർവകലാശാലയാവട്ടെ, MG സർവകലാശാലയാവട്ടെ, കാലിക്കറ്റും കണ്ണൂരും കുസാറ്റും മെഡിക്കൽ സർവകലാശാല ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളും ഇതാ നമുക്ക് മുന്നേ നടന്നുപോയ 1000 വിദ്യാർത്ഥികളെ സമരം ചെയ്ത് നേടിയെടുത്ത സ്വാതന്ത്ര്യബോധത്തിന്മേൽ പടുത്തുയർത്തിയതാണ്. ഈ നാട്ടിലെ എല്ലാ തൊഴിലാളികളുടെയും നികുതി പണത്തിൽ നിന്ന് കെട്ടിയുയർത്തിയതാണ് എല്ലാവരുടെയും വിദ്യാഭ്യാസ ബോധം. ഈ നാട്ടിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മലയാളിയുടെയും വീട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും അവകാശമാണ് അവന്റെ വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസം ആഴ്ചയിൽ 2 ദിവസം മാത്രം സർവകലാശാലയിലേക്ക് കടന്നു വന്ന VC-മാർക്കോ, സർവകലാശാലയിൽ രാജ്യദ്രോഹപരമായിട്ടുള്ള സംഘപരിവാർ വിരുദ്ധമായ പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികളെ പുറത്താക്കുമെന്ന് ഉത്തരവിറക്കുന്ന VC-മാർക്കോ, ഈ നാട്ടിൽ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ, RSSന്റെ കേന്ദ്രമാക്കാൻ, അവരുടെ രൂപമാക്കാൻ, അവരുടെ ആസ്ഥാനമാക്കാൻ, അവരുടെ ശാഖകളാക്കാൻ ശ്രമിക്കുമ്പോൾ അവയ്ക്കെതിരെ സ്വാഭാവികമായ സമരം ഉയരും. ആ സമരത്തിന്റെ ഭാഗമായി ഉയർന്നു വന്നതാണ് നമ്മളുടെ ബോധം. ആ ബോധത്തെ ഈ നാട്ടിലെ ഓരോ വിദ്യാർത്ഥിയും ഏറ്റെടുത്തതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർവകലാശാലകളെ, അവിടെ ഓരോ വിദ്യാർത്ഥിയുടെയും ഡിഗ്രി സർട്ടിഫിക്കറ്റ് മുതൽ അവന്റെ ഓരോരോ വിദ്യാഭ്യാസ ആവശ്യങ്ങളും നിഷ്കരണം തള്ളിക്കൊണ്ടിരിക്കുന്ന ഓരോരോ അധികാരികൾ താൽക്കാലിക VC-മാരായി കടന്നു വന്നിരിക്കുകയാണ്. ആ താൽക്കാലിക VC-മാരെ നിയന്ത്രിക്കുന്നത്, അവരെ നയിക്കുന്നത്, അവരെ നിയമിച്ചത് ഈ നാട്ടിലെ ഗവർണറാണ്. ഈ വിഷയത്തിന്മേലാണ് ഞങ്ങൾക്കുള്ള സമരം. ആ സമരം സ്വാഭാവികമാണ്, ആ സമരം ശരിയാണ്. ആ സമരത്തിന്റെ ഭാഗമായി ഞങ്ങൾ മുന്നോട്ട് വെച്ച ഓരോ ആവശ്യവും ശരിയാണെന്ന് തെളിയിക്കുന്ന നിമിഷത്തിലാണ് ഞാനും നിങ്ങളുടെ കൂടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഇതാ കേരളത്തിൽ 2 VC-മാരെ ഈ നിമിഷം പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവാണ് കോടതി പ്രസ്താവിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ സമരം അഡ്ജസ്റ്റ്മെന്റ് സമരമാണെന്ന് ചിലർ പറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ സമരം നാടകമാണെന്ന് ചിലർ പറഞ്ഞിരിക്കുന്നു. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനോട് ബഹുമാന പുരസ്സരം ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ രാജ്യത്തിന്റെ ചരിത്രത്തോളം വരുന്ന, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമാണ് തങ്ങളുടെ സമരത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവായിരിക്കുന്ന അങ്ങ് ഓർക്കേണ്ടത്, ഒരു സമരവും വീണായി പോയിട്ടില്ല. എല്ലാ സമരവും ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ ഈ സമരവും ഞങ്ങൾ വിജയിപ്പിക്കും. അതിന്റെ ഏറ്റവും ആദ്യപടി ഞങ്ങളിതാ 2 സർവകലാശാല VC-മാരെ നിയമത്തിന്റെ കുരുക്ക് മാത്രമല്ല ശരിയുടെ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുറത്താക്കിയിരിക്കുകയാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന. ഈ രാജ്യത്തിന്റെ ഭരണഘടന ഞങ്ങൾ ഈ നാട്ടിലെ മുക്കിലും മൂലയിലും ഉയർത്തും. ഈ രാജ്യത്തിന്റെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടി ഞങ്ങൾ പോരിനിറങ്ങും. സമരത്തെ സമരാഭാസം എന്ന് വിളിക്കുന്നത് ചരിത്രത്തോട് ചെയ്യുന്ന നീതി നിഷേധമാണെന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ഓർമ്മിപ്പിക്കുന്നു. നീതി നിഷേധം പാടില്ല, ചരിത്രത്തെ വെല്ലുവിളിക്കരുത്. ചരിത്രം വെല്ലുവിളിക്കപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളുടെ മുന്നിൽ ശരിയുടെ രൂപത്തിൽ, പ്രത്യയശാസ്ത്രത്തിന്റെ രൂപത്തിൽ, സ്വാതന്ത്ര്യത്തിന്റെ, ജനാധിപത്യത്തിന്റെ, സോഷ്യലിസത്തിന്റെ രൂപത്തിൽ, SFIയുടെ രൂപത്തിൽ അത് വീണ്ടും ഉയർന്നു വരും എന്ന് നിങ്ങളെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങൾ
ഒരു കാര്യം കൂടെ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ BC എന്ന സ്ഥാനത്തിനെതിരല്ല. BC എന്നത് ഈ നാട്ടിലെ ഓരോ മനുഷ്യനും, എന്റെയും നിങ്ങളുടെയും കയ്യിലുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒപ്പുവെക്കുന്ന ആളുടെ പേരാണ് വൈസ് ചാൻസലർ. അദ്ദേഹം സ്വാഭാവികമായും ഈ നാട്ടിൽ ഉയർന്ന പദവി വഹിക്കുന്ന ആളാണ്. ആ പദവിയെ ഞങ്ങൾ ഒരിക്കലും അപമാനിക്കുന്നില്ല. ആ പദവിക്ക് എല്ലാ തലത്തിലും ഉയർന്ന പ്രാധാന്യവും ഉയർന്ന ബഹുമാനവും കൊടുക്കുന്ന സംഘടനയുടെ പേരാണ് SFI. അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്ത് തുടരാൻ കഴിയാതെ സർസംഘചാലകന്മാരുടെ, ഈ നാട്ടിലെ ശാഖകളുടെ ആ ശാഖാ പ്രവർത്തനം നടത്തുന്നവർ ആ സ്ഥാനത്തിരുന്നാൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കും. എന്റെ കൂടെയിരിക്കുന്ന 18, 19, 20 വയസ്സുള്ള സഖാക്കളെ, പ്രിയമുള്ളവരെ, ഈ വിദ്യാർത്ഥികൾ നടത്തിയ സമരത്തെയാണ് ഈ നാട്ടിലെ കോൺഗ്രസ് വിളിച്ചത് അഡ്ജസ്റ്റ്മെന്റ് സമരം എന്നുള്ളത്. എന്നാൽ ഈ നാട്ടിൽ 30, 40, 50 വയസ്സുള്ള യൂത്ത് കോൺഗ്രസുകാർ ഇപ്പോഴും നടത്തുന്ന സമരം, ആ സമരത്തിന് എന്താണ്, ഏത് രൂപത്തിലെയാണ് നിങ്ങൾ അതിനെ പേരിട്ട് വിളിച്ചിരിക്കുന്നത്? 18 വയസ്സുള്ളവൻ, ഈ വിദ്യാർത്ഥി ഓരോ കലാലയത്തിൽ നിന്നും ഇറങ്ങിപ്പുറപ്പെട്ട് കേരള സർവകലാശാലയെ സംരക്ഷിക്കണമെന്ന നിലപാടുമായി അവരുടെ മുന്നിലേക്ക് ആർത്തിരമ്പുന്ന ഒരു തിരമാല പോലെ മുദ്രാവാക്യം ആലേഖനം ചെയ്തപ്പോൾ, ഏറിപ്പോയാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സമരം അക്രമാസക്തമാകുമെന്ന് പ്രതീക്ഷിച്ചവരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സ്വയം ശിക്ഷിതമായ അച്ചടക്കം പാലിച്ചുകൊണ്ട് ആ സമരം മണിക്കൂറുകൾ നടത്തിയപ്പോൾ കേരള സർവകലാശാലയിൽ അതിനെ നോക്കിക്കൊണ്ടുകൊണ്ട് ഈ കോൺഗ്രസിന്റെ തന്നെ തലതൊട്ടപ്പനായ ഒരു നേതാവ് പറഞ്ഞു, സമരം ചെയ്യാൻ നിങ്ങൾ പഠിക്കണമെങ്കിൽ നിങ്ങൾ SFIയെ കണ്ടുപഠിക്കണമെന്ന്. നോക്കൂ, ആ പ്രസ്ഥാനമാണ് എന്റെ പ്രസ്ഥാനം, ആ പ്രസ്ഥാനമാണ് എന്റെ പ്രസ്ഥാനം. എന്നെ ഇങ്ങനെ ഉയർന്നു നിൽക്കാൻ ഈ കാണുന്ന സഖാക്കളെയൊക്കെ ഞങ്ങളെ ആ ജയിലറയിലേക്ക് കടത്തിവിടുമ്പോഴും ഞങ്ങൾക്കുറപ്പുണ്ടായിരുന്നു, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പുറത്തുണ്ട്. ഞങ്ങൾ എന്തിനു വേണ്ടിയാണോ ആ ജയിലറകൾ പുൽകിയത്, അത് ശരിയാകും വരെയും ആ സമരത്തിന്റെ മുന്നണി പോരാളികളായി അവരുണ്ടാകുമെന്ന ഉറപ്പാണ് എനിക്കുണ്ടായിരുന്നത്, നമുക്കുണ്ടായിരുന്നത്, ഓരോ സഖാക്കൾക്കും ഉണ്ടായിരുന്നത്. സഖാക്കളെ, ഈ സമരം ഇവിടെ അവസാനിക്കുന്നില്ല. ഞങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്കുണ്ടോ? ഞങ്ങൾക്ക് വിദ്യാഭ്യാസ യോഗ്യതയുണ്ടോ? ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ചോദ്യം. ഈ ചോദ്യവുമായി വന്ന മോഹൻ കുന്നുമലിനോട് പറയാനുള്ളത്, ഞങ്ങളുടെ ഓരോരോ ഭാരവാഹികളെയും ഓരോരോ പ്രവർത്തകരെയും നിങ്ങൾക്ക് പരിശോധിക്കാം. ആ പരിശോധിച്ച് ഓരോ ഭാരവാഹിയുടെയും പ്രവർത്തകന്റെയും അക്കാദമിക് ബ്രില്യൻസിനെ മാത്രമല്ല, അവൻ ഉയർത്തിപ്പിടിക്കുന്ന ബോധം ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ 138 കോടി ജനതയ്ക്കും വേണ്ടിയുള്ള ബോധമാണ്. നേരെ മറിച്ച് നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്തിരുന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിന് വേണ്ടി, മതവർഗീയവാദത്തിന് വേണ്ടി പേനയുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആയിരക്കണക്കിന് ബിരുദങ്ങൾ ഉണ്ടായിട്ടും അവയ്ക്കൊന്നും കടലാസ തുണ്ടിന്റെ വില ജനം കൽപ്പിക്കില്ല എന്ന് വിനീത പുരസരം നിങ്ങളെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഈ സമരം ഇവിടെ തുടരേണ്ടതുണ്ട്. ആഴ്ചയിൽ 2 ദിവസം പോലും സർവകലാശാലയിലേക്ക് വരാൻ കഴിയാത്ത കണ്ണൂർ VC, അവിടെ രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികളെ പുറത്താക്കണമെന്ന് പുറത്തിറക്കിയിട്ടുള്ള ഉത്തരവ്, കോൺഗ്രസിന്റെ സംഘടനാ നേതാവായിട്ടുള്ള കാലിക്കറ്റ് VC 2 സർവകലാശാലകളുടെ താൽക്കാലിക VC ആയിരുന്നു. താൽക്കാലികമായി രജിസ്ട്രാർമാരെ നിയമിച്ചും താൽക്കാലിക തസ്തികയിലേക്ക് ഒരുപാട് ആളുകളെ നിയമിച്ച് ഭരണസ്തംഭനം, ഭരണഘടനാ വിരുദ്ധത പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മോഹൻ കുന്നുമൽ ഉൾപ്പെടെയുള്ള VCമാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ തെറ്റായ നയം തിരുത്തുന്നത് വരെയും ഏറ്റവും മനോഹരമായ മുദ്രാവാക്യങ്ങൾ, ഏറ്റവും മാതൃകാപരമായ സമരങ്ങൾ ആർത്തിരമ്പി കേരളത്തിന്റെ സർവകലാശാലകളിലേക്ക് വീണ്ടും ആഞ്ഞടിക്കും. അതിന് ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും ഒരു പ്രതിരോധം നിങ്ങൾക്ക് ഉയർത്താൻ കഴിയുമെങ്കിൽ ആ പ്രതിരോധം സർവകലാശാല നിയമങ്ങൾ പാലിച്ച് നിങ്ങളുടെ രാജിസ്ഥാനം നിങ്ങൾ രാജിവെച്ച് ഒപ്പിടുന്ന ആ നിമിഷം വരെയും SFI ആ സമരരംഗത്ത് നിന്ന് പിന്തുടരില്ല. അതുമാത്രമല്ല,
ഭരണഘടനാപരമായിട്ടുള്ള സവിശേഷകരമായിട്ടുള്ള എല്ലാ മൂല്യങ്ങളും സർവകലാശാലകളിലും കലാലയങ്ങളിലും പാലിക്കുന്നതിന് വേണ്ടി നിതാന്തമായി സമരരംഗത്ത് ഞങ്ങൾ ഉണ്ടാകും. അതിനുവേണ്ടിയുള്ള പോരാട്ടം ഞങ്ങൾ ഇനിയും ആരംഭിക്കും. ഇനി അങ്ങോട്ടും ഇന്ന് 2 സർവകലാശാല വിസിമാർക്കാണ് പുറത്തു പോകേണ്ടി വന്നിട്ടുള്ളത്. ബാക്കിയുള്ളവർ ഈ പറഞ്ഞതുപോലെ ജനങ്ങളുടെ രോഷം മാനിച്ച്, ജനങ്ങളുടെ പ്രതിഷേധം കണ്ട്, ഞങ്ങളെ കേൾക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ തുലാസിലാക്കുന്ന നിങ്ങളുടെ തെറ്റായ നിലപാട് സ്വയം മനസ്സിലാക്കി തിരുത്തി രാജിവെക്കുന്നത് വരെയും ഞങ്ങൾ ആ സമരരംഗത്തുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സഖാക്കളെ, ഈ സമരം നമുക്ക് തുടരേണ്ടതുണ്ട്. 956 രൂപീകരിക്കപ്പെട്ട് ഇന്നും മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടേതായ ബോധ്യങ്ങൾ, നമ്മുടേതായ സാംസ്കാരിക മുന്നേറ്റങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ സമൂലമായിട്ടുള്ള പരിഷ്കരണങ്ങൾ, ഇവയെല്ലാം നിതാന്തമായി കൊണ്ടുവന്നത് ഒരു ജനതയുടെ ആത്മാവിഷ്കാരമാണ്. ആ ജനതയുടെ ആത്മാവിഷ്കാരത്തെ തച്ചു തകർക്കാൻ ശ്രമിക്കുന്ന വലതുബോധത്തിനെതിരെ, വർഗീയ ബോധത്തിനെതിരെ എന്തിനേറെ പറയുന്നു, ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ ഇവിടെ എന്റെ അഭിവാദ്യ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോട് ഒരു ചോദ്യം ഞങ്ങൾക്കുണ്ട്. കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളിലും കോൺഗ്രസ് സെനറ്റ് സിൻഡിക്കേറ്റ് മെമ്പർമാരോട് രാജിവെച്ച് പുറത്തു പോകാൻ പറയാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി പ്രതിപക്ഷ സ്ഥാനത്തിരുന്നുകൊണ്ട് അദ്ദേഹത്തിനുണ്ടോ എന്ന ചോദ്യം മാത്രം ബാക്കി വെക്കുന്നു. അതോടൊപ്പം 15 ചോദ്യങ്ങൾ ഇന്ന് സർവകലാശാല വിസികളോട് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സമര തുടർച്ചയുടെ വേലിയേറ്റങ്ങൾ കേരളത്തിൽ ഇനിയും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുഴുവൻ പേരെയും എസ്എഫ്ഐയുടെ കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വീകരണം ഇവിടെ സംഘടിപ്പിച്ച ഇവിടുത്തെ പൊതുപ്രസ്ഥാനത്തിനും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനുമെല്ലാം ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദനങ്ങൾ.